യൂണിറ്റ് 7 ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ ഭാഗം 2. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനേതര സ്ഥാപനങ്ങളും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ, പിന്നാക്ക വിഭാഗം കമ്മീഷൻ എന്നീ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഘടന എന്നിവയെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. തന്നിരിക്കുന്ന കലണ്ടറിലെ തീയതി ശ്രദ്ധിച്ചുവോ? ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഡിസംബർ 10. എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? ഡിസംബർ 10 അന്തർദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു. അന്തർദേശീയ മനുഷ്യാവകാശ ദിനം ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം ഡിസംബർ 10 അന്തർദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. ഓരോ വ്യക്തിയിലും അന്തർലീനമായ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുരക്ഷ ഉറപ്പാക്കി എല്ലാവിധ മനുഷ്യാവകാശങ്ങളോടും കൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഈ ദിനം ലോക ജനതയോട് ആഹ്വാനം ചെയ്യുന്നു. ഉന്നതതല രാഷ്ട്രീയ സമ്മേളനങ്ങളും സാംസ്കാരിക പരിപാടികളുമെല്ലാം ഈ ദിവസത്തിൽ നടത്തപ്പെടാറുണ്ട്. ഡിസംബർ 10 എന്താണ്? അന്തർദേശീയ മനുഷ്യാവകാശ ദിനം. എന്താണ് അന്തർദേശീയ മനുഷ്യാവകാശ ദിനം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്? ഓരോ വ്യക്തിയിലും അന്തർലീനമായ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുരക്ഷിതമായി ജീവിക്കാനുള്ള എല്ലാവിധ മനുഷ്യാവകാശങ്ങൾ, അതാണ് ആ ഒരു എല്ലാവിധ മനുഷ്യാവകാശങ്ങളോടും കൂടി ജീവിക്കാനുള്ള അവകാശം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നാണ് ഈ അന്തർദേശീയ മനുഷ്യാവകാശ ദിനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നത്? യുദ്ധങ്ങൾ, ആഭ്യന്തര കലാപങ്ങൾ, ഭീകരാക്രമണങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളിൽ മനുഷ്യന്റെ അന്തസ്സുറ്റ ജീവിതം ദുസ്സഹമാകുന്ന നിരവധി വാർത്തകൾ നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാധ്യമങ്ങളിലൂടെ അറിയാറുണ്ടല്ലോ. അതെ, നമുക്ക് ചുറ്റും ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നതായി നിങ്ങൾക്കറിയാമോ? അറിയാമല്ലേ? ദിവസവും മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയാറുണ്ട്. അത്തരം സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പട്ടികപ്പെടുത്തുക. എന്തെല്ലാം മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടക്കുന്നത്? കുട്ടികൾക്കെതിരായ വിവേചനം, സ്ത്രീകൾക്കെതിരായ വിവേചനം, പിന്നെയോ വംശഹത്യ, അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കുന്നത്, ദുർബല വിഭാഗങ്ങളോടുള്ള വിവേചനം, ഇവയെല്ലാം നമുക്ക് ചുറ്റും നടക്കുന്നതായി നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയാറുണ്ട്. എന്താണ് വംശഹത്യ? മ്യാൻമറിലെ റോഹിംഗ്യൻ വംശജര് മ്യാൻമർ ഉപേക്ഷിച്ച് ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്തതിനെക്കുറിച്ച് വാർത്തകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതുപോലെ ഗാസയിലെ കുട്ടികൾക്ക് ആരോഗ്യവും വിദ്യാഭ്യാസവും ഒക്കെ നിഷേധിക്കുന്നത്, അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കുന്നതല്ലേ? പലസ്തീനിലെ ഗാസയിലെ കുട്ടികൾ, ദുർബല വിഭാഗങ്ങളോടുള്ള വിവേചനം, അമേരിക്കയിൽ കറുത്ത അമേരിക്കക്കാരെ കൂട്ടക്കൊല ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവയെല്ലാം എന്താണ്? മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണ്. നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. എന്തിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്? മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്? 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? 1993 ഒക്ടോബർ 12-ന്. ന്യൂഡൽഹിയാണ് കമ്മീഷന്റെ ആസ്ഥാനം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. അംഗങ്ങൾ എത്ര പേരാണുള്ളത്? ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. ഇനി ഈ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരിക്കും? വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അവരുടെ കാലാവധിയോ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് കൂട്ടുകാർക്ക് മനസ്സിലായത്? എന്നാണ് നിലവിൽ വന്നത്? 1993 ഒക്ടോബർ 12-ന്. എവിടെയാണ് ആസ്ഥാനം? ന്യൂഡൽഹിയാണ്. എത്ര അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്? ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണുള്ളത്. ആരായിരിക്കും ഇതിന്റെ അധ്യക്ഷൻ? അധ്യക്ഷനാകാനുള്ള ആളുടെ യോഗ്യത എന്താണ്? വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. ആരാണ് ഇവരെ നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ്. അവരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കാലാവധി. ഇനി മനുഷ്യാവകാശ സംരക്ഷണത്തിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം. എന്നാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്? 1993-ലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ പറയുന്നത്? മനുഷ്യാവകാശ സംരക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം. 1993 സെപ്റ്റംബർ 28-നാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. എപ്പോഴാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്? 1993 സെപ്റ്റംബർ 28-ന്. ഈ നിയമപ്രകാരം ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്താണ് പറയുന്നത്? ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനായി കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പ്രകാരം ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവ നിർവചിച്ചിരിക്കുന്നു. അപ്പോൾ ഈ നിയമത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിർവചിച്ചിട്ടുള്ളത്? മനുഷ്യാവകാശ കോടതിയെക്കുറിച്ച്, ന്യൂനപക്ഷ കമ്മീഷനെക്കുറിച്ച്, പട്ടികജാതി കമ്മീഷനെക്കുറിച്ച്, വനിതാ കമ്മീഷനെക്കുറിച്ച്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ചുമെല്ലാം ഈ നിയമത്തിൽ നിർവചിച്ചിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം, നീക്കം ചെയ്യൽ, കാലാവധി, കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ തുടങ്ങിയവ ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ പ്രതിപാദിക്കുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്.
ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനവും നീക്കം ചെയ്യലും കാലാവധിയെക്കുറിച്ചും പറയുന്നുണ്ട്. കമ്മീഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അധികാരങ്ങളെക്കുറിച്ചും ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. കമ്മീഷന്റെ അന്വേഷണ നടപടിക്രമം, റിപ്പോർട്ട് സമർപ്പിക്കൽ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, പ്രവർത്തന അന്വേഷണ നടപടിക്രമങ്ങൾ എന്നിവയും ഈ നിയമത്തിൽ നിഷ്കർഷിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ്? കമ്മീഷന്റെ അന്വേഷണ നടപടിക്രമം, റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനെ കുറിച്ച്, പിന്നെയോ സംസ്ഥാന തലത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതിനെ കുറിച്ച്, പ്രവർത്തന അന്വേഷണ നടപടിക്രമങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം ഈ നിയമത്തിൽ പറയുന്നുണ്ട്. ജീവനും സ്വാതന്ത്ര്യത്തിനും തുല്യ പരിഗണനയ്ക്കും അന്തസ്സിനും വേണ്ടി ഭരണഘടന ഉറപ്പാക്കിയിട്ടുള്ളതോ ഇന്ത്യ അംഗീകരിച്ച അന്തർദേശീയ ഉടമ്പടികൾ പ്രകാരം നടപ്പിൽ വരുത്താവുന്നവോ ആയ അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. എന്താണ് മനുഷ്യാവകാശങ്ങൾ? ജീവനും സ്വാതന്ത്ര്യത്തിനും തുല്യ പരിഗണനയ്ക്കും അന്തസ്സിനും വേണ്ടി ഭരണഘടന ഉറപ്പാക്കിയിട്ടുള്ളതോ ഇന്ത്യ അംഗീകരിച്ച അന്തർദേശീയ ഉടമ്പടികൾ പ്രകാരം നടപ്പിൽ വരുത്താവുന്നതോ ആയ അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങളെന്ന് പറയുന്നത്. എന്താണ് മനുഷ്യാവകാശങ്ങളെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന ചുമതലകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ? മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക. എന്താണ്? മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക. രണ്ടാമതായി, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക. എന്താണ്? മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക. മൂന്നാമതായി, ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. എന്താണ്? പുനരധിവാസ കേന്ദ്രങ്ങളും ജയിലുകളും ഒക്കെ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. പിന്നെയോ മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക. മനുഷ്യാവകാശത്തെ സംരക്ഷിക്കുന്ന സംവിധാനങ്ങളുടെ നിർവഹണം, അവ എത്രത്തോളം ഫലപ്രാപ്തിയിൽ വരുന്നുണ്ട് എന്ന് വിലയിരുത്തണം. എന്നിട്ടോ നിർദ്ദേശങ്ങൾ നൽകണം. അടുത്തതോ, മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കണം. മനുഷ്യാവകാശത്തെ സംബന്ധിച്ചുള്ള അന്തർദേശീയ കരാറുകളും പ്രഖ്യാപനങ്ങളും ഒക്കെ നന്നായി പഠിച്ച് മനസ്സിലാക്കി വിശകലനം ചെയ്ത് നടപടി സ്വീകരിക്കുക. അടുത്തതോ, നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. എന്താണ്? നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ. നിയമപാലകർ ആരാണ്? നിയമത്തെ സംരക്ഷിക്കുന്നവർ, പോലീസുകാരൊക്കെ അതിൽ പെടും അല്ലേ? അവരുടെയൊക്കെ ഭാഗത്തു നിന്ന്, പൊതുസേവകരായിട്ടുള്ള പോലീസുകാരെ പോലെയുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, അവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾ ഒക്കെ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കണം. ഇത്രയുമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന ചുമതലകൾ. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ദേശീയ, അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകളൊക്കെ ഉണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണൽ കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സന്നദ്ധ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. ബ്രിട്ടീഷ് അഭിഭാഷകനായ പീറ്റർ ബെനൻസ് ആണ് 1961 ആംനസ്റ്റി ഇന്റർനാഷണൽ
സ്ഥാപിച്ചത്? സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലും മറ്റ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ കൺവെൻഷനുകളിലും ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ മനുഷ്യാവകാശങ്ങളും ഓരോ വ്യക്തിയും ആസ്വദിക്കുന്ന ഒരു ലോകത്തിനായി പ്രചാരണം നടത്തുകയാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. അപ്പോൾ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ലക്ഷ്യം എന്താണ്? അന്താരാഷ്ട്ര മനുഷ്യാവകാശ കൺവെൻഷനുകളിലും സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലും ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ മനുഷ്യാവകാശങ്ങളും ഓരോ വ്യക്തിയും ആസ്വദിക്കുന്ന ഒരു ലോകത്തിനായിട്ടുള്ള പ്രചാരണം നടത്തുക. അതാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. 1961 ഈ സംഘടന സ്ഥാപിച്ചത്. ആംനസ്റ്റി ഇന്റർനാഷണൽ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ എന്താണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സംസ്ഥാന തലത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ടല്ലേ? അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സമാനമായി സംസ്ഥാനങ്ങളിലും മനുഷ്യാവകാശ കമ്മീഷനുകൾ നിലവിലുണ്ട്. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. കേരളത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1998 ഡിസംബർ 11. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. എത്ര അംഗങ്ങളാണുള്ളത്? 3 അംഗങ്ങൾ. ഇനി ആരായിരിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കും. അങ്ങനെയെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരിക്കും? വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ഹൈക്കോടതി ജഡ്ജിയോ ആയിരിക്കും. മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന തലത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലോ രാഷ്ട്രപതിയാണ് അംഗങ്ങളെ നിയമിക്കുന്നത്. ജനാധിപത്യ വ്യവസ്ഥയിൽ മനുഷ്യാവകാശങ്ങൾക്ക് നിസ്തുലമായ സ്ഥാനമാണുള്ളത്. നമ്മുടെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണല്ലേ? അപ്പോൾ ഇവിടെ മനുഷ്യാവകാശങ്ങൾക്ക് നിസ്തുലമായ സ്ഥാനമാണ് ഉള്ളത്. മനുഷ്യനെന്ന നിലയിൽ അന്തസ്സോടെയും അഭിമാനത്തോടെയും സ്വന്തം അവകാശങ്ങൾ വിനിയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് ജനാധിപത്യ സംവിധാനം പൂർണ്ണവും അർത്ഥവത്തുമാകുന്നത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം, ജനാധിപത്യ വ്യവസ്ഥയിലുള്ള ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് ഓരോരുത്തർക്കും അന്തസ്സോടെയും അഭിമാനത്തോടെയും സ്വന്തം അവകാശങ്ങൾ വിനിയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് ജനാധിപത്യം എന്ന സംവിധാനം പൂർണ്ണമായും അർത്ഥവത്താകുന്നത്. പൗരരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ച് അതിലൂടെ ജനാധിപത്യത്തിന്റെ വ്യാപനം ഉറപ്പാക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സുപ്രധാന പങ്ക് വഹിക്കുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അതിലൂടെ ജനാധിപത്യത്തിന്റെ വ്യാപനം ഉറപ്പാക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഫലപ്രദമായി ഇടപെടാറുണ്ട്. മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ ഇടപെടലുകളും പ്രവർത്തനങ്ങളുമെല്ലാം ജനാധിപത്യത്തിന്റെ വ്യാപനത്തെ സഹായിക്കുന്നുമുണ്ട്. അടുത്തതായി ദേശീയ വനിതാ കമ്മീഷൻ. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു സ്ഥാപനമാണ് ദേശീയ വനിതാ കമ്മീഷൻ. ചിത്രം നോക്കൂ. ചിത്രത്തിൽ വനിതാ പ്രക്ഷോഭകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തെല്ലാമാണ്? തുല്യനീതി ഉറപ്പുവരുത്തുക, ലിംഗസമത്വം ഉറപ്പുവരുത്തുക,
സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക, വിദ്യാഭ്യാസ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുക, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സുരക്ഷ നൽകുക. എന്തെല്ലാം പ്രശ്നങ്ങളാണ് സ്ത്രീകൾ അനുഭവിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ്? തൊഴിലിടങ്ങളിലെ വിവേചനം, പിന്നെയോ അവസര നിഷേധം, അസമത്വം, ലൈംഗികാതിക്രമങ്ങൾ, വേതനങ്ങളിലെ വിവേചനം, അടിസ്ഥാന സൗകര്യങ്ങളുടെ നിഷേധം. ഈ പ്രശ്നങ്ങളെല്ലാം സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാന ചുമതല. എന്തിനു വേണ്ടിയിട്ടാണ് ദേശീയ വനിതാ കമ്മീഷൻ? സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനും നടപടികൾ ശുപാർശ ചെയ്യുന്നതിനും വേണ്ടിയാണ്. എന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്? 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. ഇനി കമ്മീഷനിൽ എത്ര അംഗങ്ങളാണുള്ളത്? ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. ചെയർപേഴ്സൺ, 5 അംഗങ്ങൾ, ഒരു മെമ്പർ സെക്രട്ടറി. അങ്ങനെ എത്ര പേരുണ്ട്? 7 പേരുണ്ട് അല്ലേ? ഈ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ് ഈ അംഗങ്ങളെ നിയമിക്കുന്നത്. അവരുടെ കാലാവധിയോ 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലകൾ എന്താണ്? സ്ത്രീകളുടെ സുരക്ഷയ്ക്കും തുല്യതയ്ക്കും അവകാശ സംരക്ഷണത്തിനുമായി വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് ദേശീയ വനിതാ കമ്മീഷനുള്ളത്. സ്ത്രീകളുടെ സുരക്ഷ, തുല്യത, അവകാശ സംരക്ഷണം. ന്യൂഡൽഹിയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം. അന്താരാഷ്ട്ര വനിതാ ദിനം. എന്നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം? മാർച്ച് 8. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം, ഇന്റർനാഷണൽ വിമൻസ് ഡേ. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളും വിവേചനങ്ങളും തടയുക, സാമൂഹിക മുന്നേറ്റത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത്. എന്തിനാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത്? സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളും വിവേചനങ്ങളും തടയാൻ, സാമൂഹിക മുന്നേറ്റത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നീ ഉദ്ദേശത്തോടെയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത്. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ തടയുക, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിലെ എല്ലാതരം വിവേചനങ്ങൾക്കും അതീതമായി സ്ത്രീകളുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുക തുടങ്ങിയവ ഈ ദിനാചരണത്തിലൂടെ ഐക്യരാഷ്ട്ര സംഘടന ലക്ഷ്യം വെക്കുന്നു. എല്ലായിടങ്ങളിലും സ്ത്രീ ശാക്തീകരണം ഉറപ്പുവരുത്തുക, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിലെല്ലാം വിവേചനങ്ങൾ ഒഴിവാക്കി സ്ത്രീകളുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യമാണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഉള്ളത്. ഇനി ഇന്ത്യയിൽ വനിതാ ദിനം ആചരിക്കുന്നത് എന്നാണെന്നറിയാമോ? ഫെബ്രുവരി 13 ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനം ആചരിക്കുന്നത്. മാർച്ച് 8 എന്താണ്? അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നു. ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനം ആചരിക്കുന്നത് ഫെബ്രുവരി 13. എന്താണ് ഫെബ്രുവരി 13 ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനമായി ആചരിക്കാൻ കാരണം? ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയും കവയത്രിയുമായ സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് ഫെബ്രുവരി 13. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനമായി ഫെബ്രുവരി 13
ആചരിക്കുന്നത്? സ്ത്രീകളുടെ അവകാശ സംരക്ഷണവും സ്ത്രീ സുരക്ഷയും ഒക്കെ ദേശീയ തലത്തിൽ ഉറപ്പാക്കാൻ വേണ്ടി നിരവധി പരിപാടികൾ ദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കാറുണ്ട്. എന്നാണ് ദേശീയ വനിതാ ദിനം? ഫെബ്രുവരി 13. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. ഇവയെല്ലാം എന്തിനാണ്? സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനും സ്ത്രീകളുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുവാനുമായി ആചരിക്കുന്നു. ഫെബ്രുവരി 13 ആരുടെ ജന്മദിനമാണ്? സരോജിനി നായിഡുവിൻ്റെ. ഇനി വനിതാ കമ്മീഷന്റെ ചുമതലകൾ എന്തെല്ലാമാണ്? സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമനിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലെ നയരൂപീകരണത്തിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുക എന്നീ ചുമതലകളാണ് വനിതാ കമ്മീഷന് ഉള്ളത്. എന്തെല്ലാമാണ്? സ്ത്രീ സുരക്ഷയ്ക്കായിട്ടുള്ള ഭരണഘടനാ വ്യവസ്ഥയും നിയമങ്ങളും പരിശോധിക്കണം, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമനിർമ്മാണങ്ങൾക്ക് നിർദ്ദേശം നൽകണം, ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം, സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കാൻ നിർദ്ദേശം നൽകണം, പിന്നെയോ സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പ്രശ്നപരിഹാരം നിർദ്ദേശിക്കുകയും വേണം, പിന്നെയോ സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലെ നയരൂപീകരണത്തിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുകയും വേണം. ദേശീയ വനിതാ കമ്മീഷന്റെയും സംസ്ഥാന വനിതാ കമ്മീഷന്റെയും ഘടന എന്താണെന്ന് പഠിച്ചു, ചുമതല എന്താണെന്ന് പഠിച്ചു. ഇനി സ്ത്രീകളുടെ അവകാശങ്ങളും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള നിയമങ്ങൾ രാജ്യത്ത് നിലവിലുണ്ട്. അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. സ്ത്രീധന നിരോധന നിയമം 1961. എന്താണ് സ്ത്രീധന നിരോധന നിയമം? സ്ത്രീധനം എന്ന ദുരാചാരം സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിനും സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും വേണ്ടി 1961 പാർലമെന്റ് പാസാക്കിയ നിയമമാണ് സ്ത്രീധന നിരോധന നിയമം. എന്താണ് സ്ത്രീധനം? വിവാഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായോ മുൻധാരണകൾ പ്രകാരമോ നൽകുന്ന ധനമാണ് സ്ത്രീധനം. ഒരു നിശ്ചിത തുകയോ ആഭരണങ്ങളോ സ്വത്തോ കൊടുക്കാമെന്നുള്ള വാഗ്ദാനമാണ് ഒരാളെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നതെങ്കിൽ അതും എന്താണ്? സ്ത്രീധനമാണ്. ഈ നിയമപ്രകാരം സ്ത്രീധനം സ്വീകരിക്കുന്നതും നൽകുന്നതും കുറ്റകരമാണ്. എന്താണ് 1961 സ്ത്രീധന നിരോധന നിയമം? വിവാഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായോ മുൻധാരണകൾ പ്രകാരമോ ധനമോ ആഭരണങ്ങളോ നൽകുക, അതാണെന്ത്? സ്ത്രീധനം. സ്ത്രീധനം നൽകുന്നതും സ്വീകരിക്കുന്നതും എന്താണ്? കുറ്റകരമാണ്. അടുത്തത് ഗാർഹിക പീഡന നിരോധന നിയമം 2005 നിലവിൽ വന്ന ഗാർഹിക പീഡന നിരോധന നിയമം. എന്താണ് പറയുന്നത് ഈ നിയമത്തില്? നമ്മുടെ രാജ്യത്ത് 2006 ഒക്ടോബർ 26 ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത്. എന്നാണ് പ്രാബല്യത്തിൽ വന്നത്? 2006 ഒക്ടോബർ 26. ജീവിത പങ്കാളിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ് ഗാർഹിക പീഡന നിരോധന നിയമം. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായ എല്ലാ അതിക്രമങ്ങളും ഗാർഹിക പീഡനത്തിന്റെ വിശാല നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? സ്ത്രീത്വത്തെ അപമാനിക്കുന്നത്, അപകടപ്പെടുത്തുന്നത്, ഇത്തരത്തിലുള്ള എല്ലാ അതിക്രമങ്ങളും ഗാർഹിക പീഡനത്തിന്റെ വിശാല നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണവും താമസവും സാമ്പത്തിക സമാശ്വാസ നടപടികളും ഈ നിയമം ഉറപ്പു നൽകുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുക, താമസവും സാമ്പത്തിക സമാശ്വാസ നടപടികളും ഒക്കെ ഈ നിയമം ഉറപ്പുവരുത്തുന്നു. ഈ നിയമങ്ങളെല്ലാം എന്തിനാണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്? സ്ത്രീകളുടെ അവകാശങ്ങളും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായിട്ടാണ് ഈ നിയമങ്ങളെല്ലാം ഉള്ളത്. ഇനി വനിതാ കമ്മീഷൻ ദേശീയ തലത്തിൽ മാത്രമാണോ ഉള്ളത്? അല്ല, സംസ്ഥാന തലത്തിലും എന്തുണ്ട്? വനിതാ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. 1996 മാർച്ച് 14 കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. കേരളത്തിൽ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1996 മാർച്ച് 14. ദേശീയ തലത്തിലോ? 1992 ജനുവരി 31. ദേശീയ തലത്തിൽ 92 ജനുവരി 31. സംസ്ഥാന തലത്തിൽ കേരളത്തിൽ നിലവിൽ വന്നത് 1996 മാർച്ച് 14 തിരുവനന്തപുരമാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനമോ? ന്യൂഡൽഹിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ കവയിത്രി സുഗതകുമാരിയായിരുന്നു. ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങൾ ചേർന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. ചെയർപേഴ്സണും 4 അംഗങ്ങളും ചേർന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. 5 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. സംസ്ഥാന വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. അംഗങ്ങൾ എത്രയാണ്? ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങൾ. ഇനി എന്താണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചുമതല? സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെടുക, ഉചിതമായ തീരുമാനങ്ങൾ നിർദ്ദേശിക്കുക, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സർക്കാരിന് റിപ്പോർട്ട് നൽകുക. ഇവയെല്ലാമാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചുമതലകൾ. എന്തൊക്കെയാണ്? സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെടുക, തീരുമാനങ്ങൾ നിർദ്ദേശിക്കുക, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുക എന്നിവയാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചുമതലകൾ. ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാ പൗരരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ലിംഗനീതി അതിൽ ഏറ്റവും പ്രധാനമാണ്. സ്ത്രീകളുടെ അവകാശങ്ങളും അന്തസ്സും സംരക്ഷിക്കപ്പെടുന്നതിലൂടെ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശങ്ങളാണുള്ളത്. സ്ത്രീകളുടെ അവകാശങ്ങളും അന്തസ്സും സംരക്ഷിക്കപ്പെടുന്നതിലൂടെ മാത്രമേ ആ തുല്യത പൂർണ്ണമാവുകയുള്ളൂ. സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധമായ പ്രവണതകളെ നിയമപരമായി മറികടക്കുന്നതിന് വേണ്ട നടപടികൾ വനിതാ കമ്മീഷൻ കാലാകാലങ്ങളിൽ സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. ഇപ്പോഴും സമൂഹത്തിൽ സ്ത്രീവിരുദ്ധമായ പ്രവണതകൾ ഉണ്ട്. അപ്പോൾ ഈ പ്രവണതകളൊക്കെ മറികടന്ന് നിയമപരമായി മറികടക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നത് ആരാണ്? വനിതാ കമ്മീഷനാണ്. ലിംഗനീതി ഉറപ്പുവരുത്തുന്ന ഇത്തരം ഇടപെടലുകളിലൂടെ സ്ത്രീകൾക്ക് തുല്യ അവകാശവും അവസരവും ഉറപ്പാക്കി ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ വനിതാ കമ്മീഷൻ സുപ്രധാന പങ്കാണ് വഹിക്കുന്നത്. വനിതാ കമ്മീഷൻ എന്താണ് ചെയ്യുന്നത്? സ്ത്രീകൾക്ക് തുല്യ അവകാശവും അവസരവും ഉറപ്പാക്കുക, അതിലൂടെ ജനാധിപത്യം ശക്തിപ്പെടുത്തുക. ഇക്കാര്യങ്ങളിലെല്ലാം സുപ്രധാന പങ്കാണ് വനിതാ കമ്മീഷൻ വഹിക്കുന്നത്. ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.